നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വന്തം നാട്ടിൽ അഗതികളെ പോലെ കഴിയേണ്ടി വരുന്നത് 18 കുടുംബങ്ങൾക്ക്. കേന്ദ്ര സർവകലാശാലയ്ക്കായി ഭൂമി വിട്ടു നൽകിയവർക്കാണ് ഈ ദുരിതം. സിറ്റി ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 24ാം ചരമവാർഷികം ആചരിച്ചു. നാടെങ്ങും അനുസ്മരണ പരിപാടികൾ നടന്നു. ഭക്ഷ്യസുരക്ഷാ ബിൽ നിലവിൽ വന്നാൽ പകുതിയിലധികം പേർക്കും ഭക്ഷ്യധാന്യം ലഭിക്കില്ലെന്ന് മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം എം സുകന്യ. ഭക്ഷ്യസുരക്ഷാ സെമിനാർ കാഞ്ഞങ്ങാട്ട് നടന്നു. തിന്മയുടെ കഥകൾ മാത്രമല്ല, നന്മയും പ്രചരിക്കും വാട്സാപ്പിലൂടെ. നമ്മുടെ നാട് വാട്സാപ്പ് കൂട്ടായ്മ മാതൃകയാവുന്നു. റബ്ബർ കർഷകരെ സഹായിക്കാൻ റബ്ബർ ബോർഡിന്റെ കർഷക സമ്പർക്ക പരിപാടിക്ക് തുടക്കമായി. മടിയൻ ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവത്തിന് ഒരുങ്ങി. പൂക്കാർ സംഘം പുറപ്പെട്ടു. വാർത്തകൾ വിശദമായി. വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ അന്യരെ പോലെ കഴിയേണ്ട അവസ്ഥയിലാണ് പുല്ലൂർപെരിയയിലെ മാളത്തുംപാറ പട്ടികവർഗ കോളനിയിലെ 18 കുടുംബങ്ങൾ. ദേശീയപാതയിൽ നിന്നും 2 കിലോമീറ്റർ അകലെ കഴിയുന്ന കോളനിയാണ് മാളത്തുംപാറ പട്ടികവർഗ കോളനി. ഈ കോളനി ഒന്നാകെ കേന്ദ്ര സർവകലാശാലയ്ക്കായി ഏറ്റെടുത്തിരുന്നു. പകരം ഭൂമിയും വീടും റോഡ് സൗകര്യവും ഒരുക്കുമെന്നായിരുന്നു വാഗ്ദാനം. സർവകലാശാലയ്ക്കായി ഏറ്റെടുത്ത 400 ഏക്കർ സ്ഥലത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് മാളത്തുംപാറ കോളനി സ്ഥിതി ചെയ്യുന്നത്. നേരത്തെയുള്ള ഗതാഗത സൗകര്യങ്ങളെല്ലാം കേന്ദ്ര സർവകലാശാല വന്നതോടെ ഇല്ലാതായി. പകരം ഭൂമിയും വീടും എന്ന വാഗ്ദാനം നടപ്പിലാക്കാൻ കേന്ദ്ര സർവകലാശാല അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. സർവകലാശാല കോളനിക്കാരുടെ ഭൂമി ഏറ്റെടുക്കാൻ വൈകുന്നതും പകരം ഭൂമി നൽകാത്തതുമാണ് ഇവർക്ക് വിനയായത്. കോളനിക്ക് ചുറ്റും മതിൽ ഉയർന്നതോടെ പുറത്തേക്ക് പോകണമെങ്കിൽ സെക്യൂരിറ്റിക്കാർ കനിയേണ്ട സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ടൗണിൽ എത്തണമെങ്കിൽ 35 രൂപ ഓട്ടോയ്ക്ക് നൽകേണ്ടി വരുന്നതായി കോളനി നിവാസികൾ പറഞ്ഞു. കാരണം ആദ്യംകാലം LP സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ദീർഘദൂരം നടന്നു പോകേണ്ടി വരും. അത് ഇപ്പോഴെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ദിവസം 80 രൂപ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ വേണ്ടി വരും. അപ്പോൾ ഞങ്ങളത് പല നിവേദനത്തിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുണ്ട് അവരോട്, ജോലി പറയുന്നത്. അപ്പോൾ അതൊന്നും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അവരോട് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ട് വേണ്ടത് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അവർ സ്ഥലം കൈമാറുന്നുണ്ട്, സ്ഥലം കാണിച്ചിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം മറ്റു നടപടികളൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല. കാർഷിക വൃത്തിയിൽ ഉപജീവനം നയിച്ച കുടുംബങ്ങൾ ഇപ്പോൾ കൃഷിയിറക്കാനും മടിക്കുന്നു. സ്ഥലം ഏറ്റെടുക്കൽ എപ്പോൾ നടക്കുമെന്ന് അറിയാത്തതാണ് ഇവരെ ആശങ്കയിലാഴ്ത്തുന്നത്. പലരും വസ്തുജാമ്യത്തിൽ വായ്പ എടുത്തിട്ടുള്ളവരാണ്. രേഖകൾ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത പ്രശ്നവും നിലവിലുണ്ട്. വികസനത്തിനായി നാളിതുവരെ അധ്വാനിച്ചതെല്ലാം വിട്ടുകൊടുത്ത ഒരു സമൂഹത്തിന് പകരം ലഭിച്ചത് സങ്കടങ്ങളും പരാതികളും മാത്രം. ഇവരുടെ രോദനം കേൾക്കാൻ ഇതുവരെ ആരും രംഗത്ത് വന്നിട്ടില്ല. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. രാജീവ് ഗാന്ധി ലോകം കണ്ടതിൽ ഏറ്റവും മികച്ച ഭരണാധികാരിയാണെന്ന് KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് MC ജോസ് പറഞ്ഞു. കാഞ്ഞങ്ങാട് രാജീവ് ഗാന്ധി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണവും ദീക്ഷണാശൈലികളുമാണ് ആധുനിക ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിലെത്തിച്ചതെന്ന് KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് MC ജോസ് പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ 24ാം ചരമവാർഷിക അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും അവസാനം ഇന്നിപ്പോ നമ്മൾ പത്രം വായിക്കുമ്പോൾ ചൈനയെ പോലും ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നു എന്ന് വാർത്തകൾ വായിക്കുമ്പോൾ അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച രാജീവ്ജിയുടെ ദീർഘവീക്ഷണത്തെ നമുക്ക് എത്ര കണ്ടാലും എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്ന കാര്യം സംശയം. എന്തായാലും ഇപ്പോൾ 1 വർഷം അധികാരത്തിലിരിക്കുന്ന മോദിയുടെ പ്രവർത്തന ഫലമാണ് ഈ മുന്നേറ്റമെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ വളർച്ച ആരംഭിക്കുന്നത് ഈ 1900 അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിനു ശേഷമാണ്. ഈ വളർച്ച ക്രമാതീതമായി വളരാനിടയായ സാഹചര്യമെന്ന് നമുക്കറിയാം. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ബാബുരാജ് അധ്യക്ഷത വഹിച്ചു.
DV ബാലകൃഷ്ണൻ, M കുഞ്ഞികൃഷ്ണൻ, KP മോഹനൻ, അനിൽ വാഴുന്നോറടി, K സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. അശോക് ഹെഗ്ഡെ സ്വാഗതവും കമലാക്ഷി നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുല്ലൂർ പെരിയ മണ്ഡലം 138 നമ്പർ ബൂത്ത് കമ്മിറ്റി രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. മണ്ണട്ടയിലായിരുന്നു പരിപാടി. പുല്ലൂർ പെരിയയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 138 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽ വീട് ഉദ്ഘാടനം ചെയ്തു. ലോകം ഒരു ആഗോള ഗ്രാമമായി വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന മുദ്രാവാക്യവുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഈ വിവര സാങ്കേതിക വിദ്യ IT മേഖല നമ്മുടെ നാടിനെ പരിചയപ്പെടുത്തിയ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ആയിരുന്നു. അന്ന് ഒരുപാട് അപവാദങ്ങൾ അദ്ദേഹം കേട്ടിരുന്നു. എനിക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പരസ്യമായി കമ്പ്യൂട്ടറിന്റെ മാതൃകയുണ്ടാക്കി അത് അടിച്ചു തകർത്തുകൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. നീലേശ്വരത്ത് വീട് തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് നീലേശ്വരത്തെ ഹൈവേ ഉപരോധിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, നിങ്ങളുടെ ജോലി ഇല്ലാതാകും എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ബീഡി കമ്പനിക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് K കുമാരൻ അധ്യക്ഷനായി. സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട P ഗോപാലകൃഷ്ണനെ ആദരിച്ചു. M ദാമോദരൻ, സരിജ ബാബു, P ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. P രാഘവൻ സ്വാഗതവും PV ബ്രിജേഷ് നന്ദിയും പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ ബിൽ നിലവിൽ വന്നാൽ ഇപ്പോൾ റേഷൻ ആനുകൂല്യം ലഭിക്കുന്നവരിൽ നിന്നും 58% പുറത്താകുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം M സുകന്യ പറഞ്ഞു. കാഞ്ഞങ്ങാട് ഭക്ഷ്യസുരക്ഷാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇവർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട്ട് ഭക്ഷ്യസുരക്ഷാ സെമിനാർ സംഘടിപ്പിച്ചത്. കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ നടന്ന സെമിനാർ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം M സുകന്യ ഉദ്ഘാടനം ചെയ്തു. ആ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുകയും സംഭരണികളിൽ ഇത് നിറയുകയും ചെയ്തപ്പോഴും ഇന്ത്യയിലുള്ള പൊതു അവസ്ഥ എന്താ? കേരളത്തെയോ അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം താരതമ്യേന ശക്തമായിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ താരതമ്യേന മെച്ചമാണ്. ആ സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിയാലുള്ള അവസ്ഥ എന്താ? ഈ ഉൽപാദിപ്പിക്കപ്പെട്ട സമാഹരിക്കപ്പെട്ട ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിന് പ്രോപ്പറായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പൊതുവിതരണ സംവിധാനം, റേഷൻ സംവിധാനം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പോലും ഈ അടുത്ത കാലം വരെ നിലവിലില്ല എന്നുള്ളതാണ് ഇന്ത്യ നേരിട്ടിട്ടുള്ള ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം. ജില്ലാ പ്രസിഡന്റ് M സുമതി അധ്യക്ഷയായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ VP ജാനകി, അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, P ശ്യാമള, M ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി E പത്മാവതി സ്വാഗതം പറഞ്ഞു. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവത്തിനൊരുങ്ങി. പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെ പൂക്കാർ സംഘം പുറപ്പെട്ടു. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശം എഴുന്നള്ളിപ്പിന് അലങ്കരിക്കുന്നതിന് പൂക്കൾ ശേഖരിക്കുന്നതിനായി പൂക്കാർ സംഘം പുറപ്പെട്ടു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെ കലശം എഴുന്നള്ളിപ്പിന്റെ അവകാശികളായി കളരിക്കാൽ തറവാട്ടിൽ നിന്നാണ് പൂക്കാർ സംഘം പുറപ്പെട്ടത്. കിലോമീറ്ററുകൾ താണ്ടി വാഴക്കോട്, പൂതങ്ങാനം ഭാഗങ്ങളിൽ പോയാണ് കവുങ്ങിൻ പൂക്കുലയും ചെക്കിപ്പൂക്കളും ശേഖരിക്കുന്നത്. ദേവസ്ഥാനികരും ആചാരക്കാരും കലശം എഴുന്നള്ളിക്കുന്നവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്തവണ അതിയാമ്പൂരിലെ കുഞ്ഞമ്പൂവും നോർത്ത് കോട്ടച്ചേരിയിലെ സുമേഷുമാണ് കലശം എഴുന്നള്ളിക്കുന്നത്. വെള്ളിയാഴ്ച അകത്തെ കലശവും ശനിയാഴ്ച പുറത്തെ കലശവും നടക്കും. സുസ്ഥിര റബ്ബർ കൃഷി ലക്ഷ്യമിട്ട് റബ്ബർ ബോർഡ് നടത്തുന്ന കർഷക സമ്പർക്ക പരിപാടിക്ക് മികച്ച പ്രതികരണം. റബ്ബർ ഉൽപാദക സംഘങ്ങളുമായി ചേർന്ന് ചെറു കർഷക യോഗങ്ങൾ വിളിച്ചു ചേർത്താണ് തീവ്ര പ്രചരണ പരിപാടി. പ്രചാരണ പരിപാടിയുമായി കർഷകരിലേക്ക് ഇറങ്ങുക എന്ന ആശയത്തോടെയാണ് കർഷക യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. ഏപ്രിൽ 20 തുടങ്ങിയ പരിപാടി മെയ് 29 വരെ നീണ്ടു നിൽക്കും. ചോയംകോട് കൃഷിഭവൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ജോസി K തോമസ് അധ്യക്ഷനായി. KR സുരേഷ് കുമാർ, റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർ CV ദീപ്തി എന്നിവർ ക്ലാസ് എടുത്തു. 1.25 ഏക്കറാണ് ശരാശരി. നമ്മുടെ ഭാരതത്തിലെ റബ്ബർ കൃഷി വിസ്തൃതി ശരാശരി പറയുകയാണെങ്കിൽ 1.25 ഏക്കർ, അതായത് 0.50 ഹെക്ടർ. അപ്പം 12 ലക്ഷം റബ്ബർ കൃഷിക്കാര് ഒരു വശത്ത് നിൽക്കുന്നു. നമ്മളെല്ലാവരും ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നത് റബ്ബറാണ്. ഈ 12 ലക്ഷം കൃഷിക്കാരെ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലക്ഷം മെട്രിക് ടൺ വരും. അത് 9 ലക്ഷം മെട്രിക് ടൺ വരെ വരേണ്ടതാണ്. അപ്പം ഒരു ഭാരതത്തിന്റെ ഈ പ്ലാനിങ്, അതായത് നമ്മുടെ സാങ്കേതിക മുന്നോട്ടുള്ള കാര്യങ്ങൾ കണക്ക് കൂട്ടി തീരുമാനിക്കുന്ന കൂട്ടത്തിൽ ഓരോ വർഷവും 1925 വരെ നമുക്ക് എത്ര മെട്രിക് ടൺ റബ്ബർ ഭാരതത്തിന്റെ വ്യവസായ ശാലകളിൽ ആവശ്യം വരും എന്നുള്ള കണക്കുണ്ട്.
അപ്പം നമ്മളിപ്പോൾ 2014-15 വർഷത്തേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരുന്നത് 9 ലക്ഷം മെട്രിക് ടൺ റബ്ബറായിരുന്നു. 9 ലക്ഷം മെട്രിക് ടൺ റബ്ബർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ചത് 8.5 ലക്ഷം മെട്രിക് ടൺ റബ്ബറാണ്. ബാലൻ സ്വാഗതവും ഡയറക്ടർ ബോർഡ് അംഗം ബാലൻ നന്ദിയും പറഞ്ഞു. നിരവധി കർഷകർ പരിപാടിക്കെത്തി. ചർച്ചാ പരിപാടികളിലും കർഷകരുടെ സജീവ പങ്കാളിത്തമുണ്ടായി. പോസ്റ്റിംഗും ചാറ്റിംഗും മാത്രമല്ല, ഒന്നു മനസ്സുവെച്ചാൽ നന്മയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാമെന്ന് തെളിയിക്കുകയാണ് ചില വാട്സാപ്പ് കൂട്ടായ്മകൾ. നിർധനരായ വിദ്യാർത്ഥികൾക്ക് സഹായഹസ്തവുമായി സ്റ്റെപ്പ് ടു സ്കൂൾ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുകയാണ് നമ്മുടെ നാട് എന്ന പേരിലുള്ള വാട്സാപ്പ് കൂട്ടായ്മ. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന വഴിയിൽ കൈത്താങ് നൽകുക എന്നതാണ് നമ്മുടെ നാട് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള സ്റ്റെപ്പ് ടു സ്കൂൾ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നീലേശ്വരം CI KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാട്സപ്പ് എന്നുള്ള ഈ സോഷ്യൽ മീഡിയ ഇത്രമാത്രം ഒരു സാമൂഹിക ഉന്നമനത്തിനായി ഉപയോഗിക്കപ്പെടുത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയൊരു സൂചനയാണ്. കാരണം ഇന്ന് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകൾ വഴി എങ്ങനെ സാമൂഹ്യ വിപത്തുകൾ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു ആൾക്കാർക്കിടയിൽ നിന്നും വേറിടുന്നുകൊണ്ട് എങ്ങനെയാണ് സാമൂഹിക അതുപോലെ തന്നെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ ഉന്നതികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നല്ല കാഴ്ചകൾ കാഴ്ചവെക്കാമെന്ന് ജനങ്ങൾക്ക് നാട്ടിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ പ്രവർത്തനത്തെ എത്രയും അല്ലെങ്കിൽ എത്ര കണ്ടും ആശംസിച്ചാലും അവരുടെ പ്രവർത്തനത്തെ നന്ദി പറയാൻ തീരാവുന്നതെന്നല്ല. ഗിരീഷ് ചീമേനി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കയ്യൂർ ചീമേനി വെസ്റ്റേളേരി പഞ്ചായത്തിലെ നിർധനരായ 60 കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വിതരണം ചെയ്തു. SLC ഉന്നത വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. യു രാഘവൻ, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, ശശിധരൻ, ഖാദർ PK, ദുൽകിഫി, LK, റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കരിയർ ഗൈഡൻസ് ക്ലാസും നടക്കും. സുലൈമാൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവാലയമായ പഞ്ചുരുളി മുണ്ട്യ പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവത്തിന് സമാപനം. അനുഗ്രഹം തേടി 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തി. ഐതിഹ്യസമ്പന്നമായ മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ പഞ്ചുരുളി മുണ്ട്യ പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. ഉപ്പിലേക്കൈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്രകളെത്തി. തുടർന്ന് അന്നദാനവും നടന്നു. ആചാര്യവരണം, സമൂഹ പ്രാർത്ഥന, പശുദാനം, പ്രസാദശുദ്ധി, കലശാഭിഷേകം, വാസ്തുബലി തുടങ്ങിയ പൂജാകർമ്മങ്ങളും നടന്നു. കക്കാട്ട് പടിഞ്ഞാറയിലത്ത് കേശവ പട്ടേരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. ബ്രഹ്മകലശ മഹോത്സവം നടന്നുവരികയായിരുന്ന നീലേശ്വരം കരുവാച്ചേരി സുബ്രഹ്മണ്യം കോവിലിൽ ഭക്തിയുടെ നിറവിൽ ദൈവപ്രതിഷ്ഠ. തന്ത്രി മേക്കാട്ടിലത്ത കേശവ് പട്ടേരിയുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. ബുധനാഴ്ച രാവിലെ മുതൽ നടന്ന സവിശേഷമായ താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ്. മഹാഗണപതി ഹോമത്തിനു ശേഷം ബ്രഹ്മകലശാഭിഷേകവും പ്രസാദ വിതരണവും നടത്തി. മകീരം നക്ഷത്രം 3-ാം കാലിൽ ചിങ്ങം രാശി മുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ്. ചടങ്ങിന് ശേഷം തന്ത്രിയും പരിവാരങ്ങളും വിപുലമായ ബ്രഹ്മകലശാഭിഷേകം നടത്തി. പുനഃപ്രതിഷ്ഠിച്ച മൂർത്തിക്ക് ആദ്യ ഉച്ചപൂജയും നടത്തി പ്രസാദ വിതരണം ചെയ്തു. ക്ഷേത്രത്തിലെത്തിയവർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു.
3 ദിവസങ്ങളിലായി നടന്നുവന്ന താന്ത്രിക ചടങ്ങുകൾക്ക് ഇതോടെ സമാപനമായി. കോട്ടച്ചേരി കിഴക്കേ ബായക്കോടൻ തറവാട്ടിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. കോട്ടച്ചേരി കിഴക്കേ ബായക്കോടൻ തറവാട്ടിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. കലവറ നിറക്കൽ ഘോഷയാത്രയെത്തി. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പെർല ബജസ് കുട്ലുവിൽ കാസർഗോഡൻ കുള്ളൻ പശുക്കളുടെ സംരക്ഷണത്തിനായി നിർമ്മിച്ച ഗോശാല 23-ന് സമർപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് കുള്ളൻ പശുക്കളുടെ സംരക്ഷണത്തിനായി പെർല ബജക്കുട്ലുവിൽ നിർമ്മിച്ച അമൃതധാര ഗോശാല 23-ന് നാടിന് സമർപ്പിക്കും. ഹൊസന്നഗര രാമചന്ദ്രപുര മഠാധിപതി രാഘവേശ്വര ഭാരതിയുടെ മുഖ്യ നേതൃത്വത്തിലാണ് ഗോശാല നിർമ്മിച്ചിരിക്കുന്നത്. 15 ഏക്കർ സ്ഥലത്തായി നിർമ്മിച്ചിരിക്കുന്ന ഗോശാലയിൽ മേച്ചിൽപ്പുറം, തീറ്റപ്പുൽ കൃഷി, തൊഴിലാളികൾക്കുള്ള പാർപ്പിടം, ചാണകത്തിൽ നിന്നുള്ള ജൈവവള നിർമ്മാണം, പാചകവാതക നിർമ്മാണം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി ഗോജ്യോതി യാത്ര ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. ഗോശാലയുടെ സമർപ്പണ കർമ്മം രാഘവേശ്വര ഭാരതി സ്വാമികൾ നിർവഹിക്കും. ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 21 മുതൽ 3 ദിവസങ്ങളിലായി വിവിധ പൂജകൾ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ಆ ಎಲ್ಲ ಕಾರ್ಯಗಳನ್ನು ನಾವು ಪೂರ್ತೀಕರಿಸಿಕೊಂಡ ಗಳಿಗೆಯಲ್ಲಿ 21ನೇ ತಾರೀಕಿನಿಂದ ಪ್ರಾರಂಭಗೊಂಡು 23ನೇ ತಾರೀಕಿನವರೆಗೆ ನಾವು ಸುರಭಿ ಸಮರ್ಪಣಂ ಎಂಬ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. 21ನೇ ತಾರೀಕಿನಿಂದ ಮೊದಲುಗೊಂಡು 23ನೇ ತಾರೀಕಿನವರೆಗೆ ಆ ಕಾರ್ಯಕ್ರಮ ನಡೆಯುತ್ತದೆ. ಅಂತ್ಯದಲ್ಲಿ 23ನೇ ತಾರೀಕಿಗೆ ಪರಮ ಪೂಜನೀಯ ಶ್ರೀ ರಾಘವೇಶ್ವರ ಭಾರತಿ ಶ್ರೀಪಾದಂಗಳವರ ನೇತೃತ್ವದಲ್ಲಿ ಆ ನೂತನವಾಗಿರುವಂಥ ನಿರ್ಮಾಣವಾಗಿರುವಂಥ ಗೋಶಾಲೆ ಅದು ಲೋಕಾರ್ಪಣೆ ಆಗ್ತದೆ. ಬ್ರಹ್ಮಶ್ರೀ രവീശതന്ത്രി കുണ്ടാർ, ഡോക്ടർ YV കൃഷ്ണമൂർത്തി, ഉമേഷ് പൈ, BG ജഗദീഷ്, വിഷ്ണുപ്രസാദ് ബനാരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വന്തം നാട്ടിൽ അഗതികളെ പോലെ കഴിയേണ്ടി വരുന്നത് 18 കുടുംബങ്ങൾക്ക്. കേന്ദ്ര സർവകലാശാലയ്ക്കായി ഭൂമി വിട്ടു നൽകിയവർക്കാണ് ഈ ദുരിതം. സിറ്റി ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 24ാം ചരമവാർഷികം ആചരിച്ചു. നാടെങ്ങും അനുസ്മരണ പരിപാടികൾ നടന്നു. ഭക്ഷ്യസുരക്ഷാ ബിൽ നിലവിൽ വന്നാൽ പകുതിയിലധികം പേർക്കും ഭക്ഷ്യധാന്യം ലഭിക്കില്ലെന്ന് മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം M. സുകന്യ. ഭക്ഷ്യസുരക്ഷാ സെമിനാർ കാഞ്ഞങ്ങാട്ട് നടന്നു. തിന്മയുടെ കഥകൾ മാത്രമല്ല, നന്മയും പ്രചരിക്കും വാട്സാപ്പിലൂടെ. നമ്മുടെ നാട് വാട്സാപ്പ് കൂട്ടായ്മ മാതൃകയാവുന്നു. റബ്ബർ കർഷകരെ സഹായിക്കാൻ റബ്ബർ ബോർഡിന്റെ കർഷക സമ്പർക്ക പരിപാടിക്ക് തുടക്കമായി. മടിയൻ ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവത്തിന് ഒരുങ്ങി. പൂക്കാർ സംഘം പുറപ്പെട്ടു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.